യസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണ്ണ വെച്ച് ഇതൊക്കെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് വേവട്ടെ, ഒന്ന് ഇറക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ലേശം ഒന്നിതൊന്ന് വാടി കിട്ടിയിട്ട് ഇതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. ഈ വാടിക്കുന്നിട്ടാൽ ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വാടി പിടിച്ചിട്ട് ഇത് സ്രാവ് കറി വെക്കാനാണ് കേട്ടോ. കറിയല്ല, തേങ്ങ അരിക്കാതെ മസാല ഇടാനാണ് സ്രാവ്. അത് നല്ലോണം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് ഇത് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊന്നും നമുക്ക് ഇവിടെ ഇട്ടിട്ട് വറുത്തെടുക്കുക. അത് പച്ചാണല്ലോ, വറുക്കാത്തല്ല. ഒത്തിരി മല്ലിപ്പൊടി ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഞാൻ പിന്നെ വറുത്ത് വെച്ചതാണ്. അതിനെക്കൊണ്ട് ഇനി ഇടിയിൽ ഇപ്പിടണ്ട. അത് പിന്നെ ആദ്യം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് മുളകൊന്ന് വറുത്താൽ വറവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതായത് നെല്ലിക്കനെക്കാട്ടിയും വലിപ്പമുണ്ട്. കുറച്ച് ചെറിയ നാരങ്ങൻ്റെ വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നായിട്ടൊന്നിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് വെന്തിട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്രാവ് ഇട്ട് കൊടുക്കാം. ഇട്ടത് ഇതൊക്കെ നല്ല കൈ വൃത്തിയാക്കി എടുത്താണ് നമ്മളത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ലേശം മസാലപ്പൊടി ഇടാണ്ട് കേട്ടോ. നല്ല വറുത്ത് പൊരിഞ്ഞതായതാണ്. അത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുന്നേ ഇട്ട് കൊടുത്തിട്ടില്ല വറുക്കാൻ. ഇങ്ങനെ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി, എപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഞാനിതാ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. സൗണ്ട് ഇല്ല കേട്ടോ. സൗണ്ട് കുറച്ചൊരു കുര പിടിച്ചിട്ട് മാറി കിട്ടുന്നില്ല. സൗണ്ട് ഇച്ചിരി പോക്കാണ്. ഇതിൽ നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അടി പിടിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല കുറുങ്ങനായിട്ട് വെന്ത് പറ്റിക്കോളും. വെള്ളം പോലെയുള്ള കറിയല്ല, ഇത് കുറിയ കറിയാണ്. ഇതിൽ കിടന്നിങ്ങനെ വേവട്ടെ കേട്ടോ. അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെന്താ അറിയുക, കുറച്ച് ഉലുവപ്പൊടി ഇട്ടാണ് ഞാനിട്ടത്. ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് വറുത്ത് ഉലുവപ്പൊടി ഉണ്ട് ഇതിന് പൊടിച്ച്. പച്ച ഞാൻ എടുക്കും. പച്ച മുളിയാറിലേക്കൊക്കെ ഇടാൻ ഇതിലേക്കൊക്കെ വറുത്ത് പൊടിച്ച് വെക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, ബായ്. മനം മറക്കല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ.